പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിനഫർ യൂണിഫോം സ്കേർട്ടും ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൽ പല മോഡലുകളിലുള്ള പ്ലീറ്റ്സുകളാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഇന്ന് ഞാൻ ഈ ഒരു മോഡലിലുള്ള പ്ലീറ്റ്സ് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പിനഫർ യൂണിഫോം സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇതിൽ ഞാൻ പ്ലീറ്റ്സ് എടുക്കുന്ന ആ ഒരു പോർഷൻ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നതാണ്. വേസ്റ്റിൻ്റെ ഭാഗത്ത് എത്ര ഇഞ്ച് വണ്ണമാണോ ഉള്ളത് അതിൻ്റെ 3 ഇരട്ടിയാണ് സ്കേർട്ടിൻ്റെ പോർഷനിൽ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് തുണിയുടെ വീതിയായിട്ട് നമ്മൾ എടുക്കേണ്ടത്. വേസ്റ്റ് റൗണ്ടിൻ്റെ 3 ഇരട്ടിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് 84 ഇഞ്ചാണ്. അപ്പോൾ 42 ഇഞ്ച് വീതിയിലുള്ള 2 പീസുകളായിട്ടാണ് ഞാൻ ഈ സ്കേർട്ടിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 2 ഇഞ്ച് വീതിയിലുള്ള പ്ലീറ്റ്സുകളാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഫുള്ളായിട്ടും 2 ഇഞ്ച് ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് 2 പ്ലീറ്റ്സുകൾ ഒരുമിച്ചിട്ട് ഒരു ബോക്സ് പ്ലീറ്റ് പോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് താഴേക്കും 4 ഇഞ്ച് തന്നെ ലെങ്ത് എടുത്തിട്ട് ഒരു ലൈൻ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ തുണിയുടെ നല്ല ഭാഗം ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ആദ്യം 2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് രണ്ടാമത്തെ പോയിന്റ് അകത്തേക്കാക്കിയിട്ട് മൂന്നാമത്തെ പോയിന്റാണ് ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒരേ അളവിലുള്ള പ്ലീറ്റ്സുകൾ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ബോഡി പാർട്ടിൻ്റെയും സ്കേർട്ട് പോർഷൻ്റെയും സെൻറ്റർ ഭാഗങ്ങൾ ഒരുമിച്ച് വെച്ച് ജോയിൻ്റ് ചെയ്തെടുക്കുക. ഇതേ മെത്തേഡിൽ തന്നെ ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.